നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ വിജയത്തിന് ശേഷം ബി.ജെ.പി പ്രധാനമായിട്ട് ഇനി ലക്ഷ്യം വെക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടക്കുന്നത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമായതിന്റെ പേരിൽ ഇവിടെ വലിയ ഒരു പ്രാധാന്യം ബി.ജെ.പിക്കുണ്ട്. സുരേഷ് ഗോപി പ്രചരണ രംഗത്ത് പ്രധാനമായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ സമയത്ത് ബി.ജെ.പിയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള കെ അനീഷ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. അനീഷ്, നമസ്കാരം. ചേലക്കര ബി.ജെ.പി എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ തവണ? ചേലക്കര ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നല്ല സംഘടന അടിത്തറയുള്ള സുശക്തമായിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 9,000-ഓളം വോട്ട് ഞങ്ങൾക്ക് അവിടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 36,000 വോട്ടുകൾ താമര ചിഹ്നത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് ചേലക്കര നിയോജക മണ്ഡലം. അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെയാണ് ചേലക്കരയെ ഞങ്ങൾ കാണുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ തൃശ്ശൂർ ലോകസഭയിൽ ഞങ്ങൾ ലീഡ് നേടിയിട്ടുള്ള 6 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ചേലക്കര നിയോജക മണ്ഡലം. അപ്പം അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരം ഞങ്ങൾ ചേലക്കരയിൽ കാഴ്ചവെക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തകരെല്ലാം സുസജ്ജരാണ്. ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയൊരു മത്സരം ചേലക്കരയിൽ ഞങ്ങൾ കാഴ്ചവെക്കും. തയ്യാറെടുപ്പുകൾ എത്രത്തോളം ആയിട്ടുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്? വിജയിക്കാനുള്ള സാധ്യത എന്ന് താങ്കൾ പറഞ്ഞു. ഒരു അട്ടിമറി വിജയം വേണം ഇവിടെ തൃശ്ശൂരിൽ നടന്നതുപോലെ. ആ ഒരു തലത്തിലേക്ക് ഉയർത്തി കാണിക്കാനായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഏത് സ്ഥാനാർത്ഥിയാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്? അല്ല, സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മറ്റു തരത്തിലുള്ള പരിപാടികളിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ സംഘടനയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കുക, സംഘടനയെ സജ്ജമാക്കുക. ആ പ്രവർത്തനം ഏറെക്കുറെ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചേലക്കരയിൽ വന്നു, ആ മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ പ്രവർത്തകര് സജ്ജരാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഞങ്ങളുടെ അവസാന പ്രവർത്തകർ വരെ സജ്ജരായി കഴിഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റ് പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കും. സ്ഥാനാർത്ഥി നിർണയം ജില്ല തീരുമാനിക്കേണ്ടതല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് സംസ്ഥാന കേന്ദ്ര ഘടകങ്ങളിൽ കൂടിച്ചേർന്ന് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ, ചേലക്കരയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയെ നേതൃത്വം കണ്ടെത്തും. ഏത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാലും ആ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ജയിക്കാനുള്ള വലിയ പോരാട്ടം ഞങ്ങൾ അവിടെ നടത്തും. ഈ സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം ചേലക്കരയിൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കേരളം മുഴുവൻ ഉണ്ട്. അദ്ദേഹം തൃശ്ശൂരിന്റെ MP ആണെങ്കിലും അദ്ദേഹം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങും. സ്വാഭാവികമായിട്ട് ചേലക്കരയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. തൃശ്ശൂർ ലോക്സഭയോട് വളരെ ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ചേലക്കര. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂരിലുണ്ടായിട്ടുള്ള ജയത്തിന്റെ അലയൊലികൾ ചേലക്കര മണ്ഡലത്തിലും ഉണ്ടാവും. ഇപ്പോൾ ബി.ജെ.പി ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് ഈ ചേലക്കരയിൽ ഉണ്ടായിരുന്നതാണ്. ബി.ജെ.പി തൃശ്ശൂർ ജില്ലയിൽ 2 പഞ്ചായത്തിൽ ഒന്ന് ഈ പറയുന്ന ചേലക്കരയിലെ തിരുവില്ലാമലയാണ്. ഈ തിരുവില്ലാമലയിലെ ഒരു നിലവിൽ അധികാരം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. ഇതുപോലെ ബി.ജെ.പി വിജയിക്കാൻ സാധ്യത എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചു നിന്നാൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും? അല്ല, തീർച്ചയായിട്ടും അതും ഒരു വലിയ ഘടകമാണ് ചേലക്കരയിൽ. ബി.ജെ.പി ഭരിച്ചിരുന്ന പഞ്ചായത്ത് തിരുവില്ലാമല ചേലക്കര നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരസ്പരം പോരടിച്ചിട്ടുള്ള 2 പാർട്ടികൾ ബി.ജെ.പിയെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസും CPM-ഉം അവിടെ ഒത്തുചേർന്നുകൊണ്ടാണ് ബി.ജെ.പിയുടെ ഭരണം നഷ്ടപ്പെടുത്തിയത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള അവിശുദ്ധ സഖ്യം അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സജീവമായിട്ട് ചർച്ചയാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരുവല്ലാമലയൊക്കെ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം മുന്നോട്ട് പോകും. അതേപോലെ തന്നെ കൊണ്ടാഴി പഞ്ചായത്താണെങ്കിലും ചേലക്കര പഞ്ചായത്താണെങ്കിലും മുള്ളൂർക്കര പഞ്ചായത്താണെങ്കിലും വരവൂര് പഞ്ചായത്താണെങ്കിലും ബി.ജെ.പിയുടെ നല്ല ശക്തി കേന്ദ്രങ്ങളാണ്. അതുപോലെ പാഞ്ഞാൾ പഞ്ചായത്ത് ബി.ജെ.പിക്ക് ധാരാളം മെമ്പർമാരുള്ള പഞ്ചായത്തുകളാണ്. ഈ പഞ്ചായത്തുകളിലൊക്കെ ലീഡ് നേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പരിശ്രമം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനായിരുന്നു അവിടെ MLA ആയി വിജയിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഒരു മന്ത്രിയായതിനു ശേഷം നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ കീഴിലേക്ക്, ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിലേക്ക് ബി.ജെ.പിക്ക് വലിയ തരത്തിൽ ഇതെല്ലാം ഒരു പ്രചരണമാക്കി കൊണ്ട് എത്തിക്കാൻ സാധിക്കും? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നിലവിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി സജീവ ചർച്ചയാക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് ചേലക്കരയിൽ അതെല്ലാം ചർച്ചയാവും. രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അടുത്ത നാളുകളിൽ പിടിച്ചെടുത്തിട്ടുള്ള ചില ക്ഷേത്രങ്ങൾ, അതെല്ലാം തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്പർശിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും. അത് ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള വിഷയം മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ അടിസ്ഥാന വിഷയങ്ങളും, പെൻഷൻ കിട്ടാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതൊക്കെ ഇന്നും സജീവമായിട്ട് നിലനിൽക്കുകയാണ്. ആ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ LDF-ന് വിജയിക്കാൻ സാധിച്ച ഒരു മണ്ഡലമാണ് ആലത്തൂർ. ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന ഒരു നിയോജക മണ്ഡലം ആയതിന്റെ പേരിൽ ബി.ജെ.പി ഇടതുപക്ഷത്തെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഉണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് BJPക്ക് വേണ്ടത്ര ജയസാധ്യത ജനങ്ങൾ കണക്കാക്കാത്തത് കൊണ്ടാണ് അവിടെ BJPക്ക് ജയിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷെ ജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടും 1,88,000 പേര് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തു. 1,00,000 വോട്ടാണ് ആലത്തൂരിൽ ഞങ്ങൾക്ക് വർദ്ധിച്ചത്. അപ്പൊ അത് ജയിക്കാൻ സാധിക്കില്ല എന്ന് രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടാണ്. പക്ഷേ അതൊരു നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ജയസാധ്യത കൂടുകയാണ്. ആലത്തൂർ ലോക്സഭയിൽ ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര നിയോജക മണ്ഡലം. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജയസാധ്യത ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. മാത്രമല്ല, ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള വോട്ട് ചോർച്ച ചേലക്കരയിൽ സംഭവിച്ചു കഴിഞ്ഞു. രാധാകൃഷ്ണൻ നിന്നുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ ഇത്തവണ ജയിച്ചത്. നേരിയ ലീഡ് മാത്രമാണ് ആലത്തൂരിൽ അവർക്ക് ചേലക്കരയിൽ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ രാധാകൃഷ്ണൻ മത്സരരംഗത്ത് മാറുന്നതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ജയസാധ്യത ചേലക്കരയിൽ ഉരുത്തിരിഞ്ഞു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബൂത്ത് തലത്തിൽ വോട്ട് ചേർക്കുന്ന ഒരു പ്രവർത്തനം, അത് ചരിത്രപരമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും BJPയുടെ ഇത്രയും വർഷത്തെ പ്രവർത്തനങ്ങളിടയിൽ. ആ രീതിയിലേക്കുള്ള പ്രവർത്തനം, ഈ വോട്ട് ചേർക്കലടക്കമുള്ള കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് മഹിളാ മോർച്ചയുടെ അടക്കം പ്രവർത്തകരെ തയ്യാറാക്കാൻ BJP ഇത്തവണ അതിനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അല്ല, അതെല്ലാം ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ എന്തൊക്കെ സംഘടനാപരമായിട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അപ്പം ഞങ്ങൾ പറയാം. വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അല്ലേ? അല്ല, തീർച്ചയായിട്ടും നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഞങ്ങൾ തൃശ്ശൂരിലെ വിജയം ചേലക്കരയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിലാണ്. അവസാനമായിട്ട് താങ്കൾക്കെതിരെ ഒരു കാപ്പ് വരം ചുമത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് LDF സർക്കാർ, പിണറായി സർക്കാർ മാറിയിട്ടുണ്ട്. ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ അല്ലെങ്കിൽ അവരെത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? 107 ചാർജ് ചെയ്തത് ഒരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ആ നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിച്ചതിന്റെ പേരിൽ 107 ചാർജ് ചെയ്തുവെങ്കിൽ ഈ കാപ്പ് വന്നാലും അതിനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ സ്വീകരിക്കും. എന്തായാലും എനിക്കെതിരെ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എതിരെ സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള, സമാധാന ജീവിതത്തിന് ഭീഷണിയായിട്ടുള്ള ആളുകൾക്കെതിരെ, സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ ചാർത്തുന്ന 107 വകുപ്പ് ഞങ്ങളുടെ പല പ്രവർത്തകർക്കെതിരെയും ഈ ഇലക്ഷൻ വിജയത്തിന് ശേഷം തൃശ്ശൂർ ചാർജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചേലക്കരയിലും വിജയത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ഇനി അതിന്റെ പേരിൽ കാപ്പ ചുമത്തിയാലും സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കും. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് പ്രതികരിച്ചു. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ വിജയത്തിന് ശേഷം BJP വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന 2 നിയോജക മണ്ഡലങ്ങളാണ്, ഒന്ന് പാലക്കാടും ചേലക്കരയും. ചേലക്കരയെ സംബന്ധിച്ച് BJP തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എങ്ങനെയാണോ പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്തത്, ബൂത്ത് തലത്തിൽ എങ്ങനെയാണോ വിജയിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തത്, അതേ നിലപാട് തന്നെ ചേലക്കരയിൽ എടുക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണമാണ് BJPയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ചേലക്കരയിൽ നിന്ന് നിരവധി റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദീപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.